മാലേയത്തെന്നലായൻ ദുരിതമകലയാക്കുന്ന നിൻതൃക്കടാക്ഷം ചാലേ നീ തന്നിടേണം കുടജമലയിലായി വാണിടും വാണിമാധേ മാലേറിയിടും മനസ്സിൻ കഥനമകലയാക്കുന്നൊരമ്മേ ധരി ശ്രീപാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃത സന്താനവല്ലി സുചില്ലി ദേവി ശരണം നമ്മെ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 19-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. തുളസിയുമായി വിവാഹം ചെയ്ത് അവളുമായി രതിസുഖങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ചന്ദ്രചൂഡൻ യഥാവിധി രാജ്യഭരണവും ചെയ്തുകൊണ്ടുവന്നു. പക്ഷേ ദാനവനായിട്ടുള്ള അവൻ ദേവന്മാരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് പുറത്താക്കിയിട്ടാണ് അവരുടെ സ്വർഗാദി ലോകങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസന്തുഷ്ടരായ ദുഃഖിതരായ അവരെല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് അവരെ എല്ലാവരെയും കൂട്ടി മഹാദേവന്റെ അടുത്ത് ചെന്നു. മഹാദേവനും ബ്രഹ്മാവും ദേവഗണങ്ങളും എല്ലാവരും ആ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നു. ആ വൈകുണ്ഠത്തിൻ്റെ മഹിമകളെ ആണ് കുറേയേറെ ശ്ലോകങ്ങളിൽ കൂടി അവിടെ ഗംഭീരമായിട്ട് വിവരിക്കുന്നത്. ആസന്നനായ അവിടെ ഇരുന്ന മഹാവിഷ്ണുവിനെ അവർ കണ്ടു. ഗംഗയാലും അതേമാതിരി തന്നെ ലക്ഷ്മിയാലും എല്ലാം പൂജിതനായി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിശിഷ്ടനും പരിപൂർണതമനും പ്രഭുവുമായ ശ്രീ മഹാവിഷ്ണുവിനെ ഹരിയെ കണ്ട ബ്രഹ്മാദിദേവന്മാരെല്ലാം വണങ്ങി സ്തുതിച്ചു. ബ്രഹ്മാവ് ജഗൽ സ്രഷ്ടാവാണ് എങ്കിലും കൈകൂപ്പി തൊഴുതുകൊണ്ട് വിനയത്തോടെ വന്ന കാര്യങ്ങളെല്ലാം ശ്രീഹരിയോട് പറഞ്ഞു. എല്ലാം സശ്രദ്ധം കേട്ട ഭഗവാൻ മനോഹരിയായ ഈ രഹസ്യം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ശങ്കചൂഡന്റെ ആ രഹസ്യത്തെയാണ് അവിടെ പറയാൻ പോകുന്നത്. ഭഗവാൻ മഹാവിഷ്ണു മഹാദേവൻ ദേവന്മാർക്കെല്ലാം പറയുന്ന ഭാഗങ്ങൾ. ഭഗവാനുവാച ശംഖചൂഡസ്യ വൃത്താന്തം സർവം ജാനാമി പത്മജാമൽ ഭക്തസ്യ ജഗോപസ്യ മഹാതേജസ്വിനഃ പുരാ. ഹേ ബ്രഹ്മാവേ, ശംഖചൂഡന്റെ വൃത്താന്തമെല്ലാം എനിക്കറിയാം. പണ്ട് അവൻ എൻ്റെ ഭക്തനും തേജോമയനുമായ ഒരു ഗോപനായിരുന്നു. പുരാതനമായ ചരിത്രകഥയെല്ലാം ഞാൻ പറയാം, കേട്ടോളൂ. ഗോലോകത്തിൻ്റെ കഥ കേൾക്കുന്നത് തന്നെ പാപനാശവും പുണ്യകാരണവുമാണ്. എൻ്റെ പാർഷദനായി സുദാമാവ് എന്നു പേരുള്ള ഒരു ഗോപനുണ്ടായിരുന്നു. രാധയുടെ കഠിനശാപത്താൽ അവൻ അസുരയോനിയിൽ ജനിക്കാൻ ഇടയായി. ഞാനൊരിക്കൽ വിരജ എന്ന ഗോപികയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിൽ നിന്ന് രാസമണ്ഡലത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ പ്രാണാധിക പ്രിയയായിട്ടുള്ള രാധ തൊഴിമാർ മുഖേന ഞാൻ വിരജിയോടൊപ്പം രാസമണ്ഡലത്തിലുണ്ടായെന്നറിഞ്ഞു. ക്രോധമുണ്ടായ രാധ ചെന്ന് നോക്കിയിട്ട് ഈ വിരജയെ എവിടെയൊന്നും കണ്ടില്ല. വിരജ നദീരൂപിണിയായി തീർന്നു എന്നും ഞാൻ മറഞ്ഞു എന്നും അറിഞ്ഞ രാധ സഖികളോടുകൂടി സ്വഭവനത്തിലേക്ക് പോയി. ഒരിക്കൽ മന്ദിരത്തിൽ വെച്ച് അവൾ എന്നെ സുധാമാവിനോടൊപ്പം കൂടി കണ്ടു. അനങ്ങാതെ മൗനമായി നിന്ന എന്നെ ശരിക്ക് ശകാരിച്ചു. അത് കേട്ട് സഹിക്കാനാവാതെ സുധാമാവ് അവളുടെ നേർക്കും കോപിച്ചു. എൻ്റെ മുമ്പിൽ വെച്ച് അവൻ രാധയെ ശകാരിക്കുകയും ചെയ്തു. അത് കേട്ട് കോപിഷ്ഠയായ രാധ വിറച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന അവനെ പുറത്താക്കാൻ കൽപ്പന കൊടുത്തു. ലക്ഷം സഖീജനങ്ങൾ ഉടൻ ചാടി എണീറ്റു. വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവനെ അവിടെ നിന്നും അവരെ പിടിച്ച് പുറത്താക്കി.
രാധയുടെ തോഴിമാര് അവനെ താടിച്ചു. ഇത് കേട്ട രാധ കുപിതയായി. അവനെ ഇങ്ങനെ ഭയങ്കരമായ വിധം ശപിച്ചു. എടാ, നീ ആസുരയോനിയിൽ ചെന്ന് ജനിക്കേ എന്നാണ് ആ സുധാമാവിനെ രാധ ശപിച്ചത്. ശാപമേറ്റ് അവൻ എന്നെ നമസ്കരിച്ച് ദീനനായി വിലപിച്ചുകൊണ്ട് പോയി. അപ്പോഴേക്കും കോപം ശമിച്ച് സന്തുഷ്ടിയായി തീർന്ന രാധ കാരുണ്യത്തോടെ അവനെ വിളിച്ച് പറഞ്ഞു, നീ പോവരുത്, നീ എവിടേക്കാ പോകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. പിന്നെ അവന്റെ പിന്നാലെ പശ്ചാത്താപവിവശയായി പാഞ്ഞു ചെന്നു. സകല ഗോപന്മാരും ഗോപികളും അത്യന്തം ദുഃഖാർത്തരായി. അവരെ എല്ലാവരെയും രാധയും ഞാനും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ക്ഷണത്തിനുള്ളിൽ അവൻ തിരിച്ചെത്തും. സുധാമാവെ, ശാപഫലം അനുഭവിച്ചിട്ട് നീ ഉടനെ തിരികെ വരണമെന്ന് പറഞ്ഞ് രാധയെയും പിന്തിരിപ്പിച്ചു. ഗോലോകത്തെ ക്ഷണാർദ്ധം ഒരു മന്വന്തരകാലമായിരിക്കും ഭൂലോകത്തില് എന്ന് പറയുന്നത് ശരിയാണ് ബ്രഹ്മൻ. ഇങ്ങനെ ശങ്കചൂഡനും വീണ്ടും അവിടെ തന്നെ ചെന്നെത്തും. എന്നാൽ അവനിപ്പോൾ മഹാബലശാലിയും യോഗേശനും സർവ മായാപ്രയോഗങ്ങളിലും നിപുണനൊക്കെയാണ്, സമർത്ഥനാണ്. എന്റെ ശൂലവും എടുത്തുകൊണ്ട് വേഗം ഭാരതത്തിലേക്ക് പോകുക. ശിവൻ എന്റെ ശൂലം കൊണ്ട് ആ രാക്ഷസനെ സംഹരിക്കട്ടെ. എന്റെ സർവമംഗളകരമായ കവചം അവൻ സദാ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് സർവത്ര അവൻ വിജയായിരിക്കുന്നതിന്റെ രഹസ്യം അതാണ്. അതവന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം അവനെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല. ഞാനൊരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് അവനോട് ചോദിച്ച് അത് യാചിച്ച് ഞാൻ ദാനമായി വാങ്ങിക്കൊള്ളാം. അവന്റെ പത്നിയുടെ സതീത്വത്തിന് ഏതു കാലത്താണോ ഹാനി സംഭവിക്കുന്നത് ആ കാലത്ത് മാത്രമേ അവന് മൃത്യു സംഭവിക്കൂ എന്ന് അങ്ങ് വരവും നൽകിയിട്ടുണ്ടല്ലോ ഹേ ബ്രഹ്മൻ. അവന്റെ പത്നിയുടെ ഗർഭത്തിൽ ഞാൻ തീർച്ചയായും വീര്യം നിക്ഷേപിക്കാം. തത്ക്ഷണം തന്നെ അവന്റെ മൃത്യു സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. പിന്നീട് അവൾ സ്വദേഹം വെടിഞ്ഞ് എന്റെ പ്രിയയായിത്തീരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഗന്നാഥനായ ഹരി ശിവന് സ്വന്തം ശൂലം കൊടുത്തു എന്നാ പറയണത്. ശൂലം നൽകിയിട്ട് തൽക്ഷണം തന്നെ ഹരി സന്തോഷത്തോടെ ഗൃഹാന്തർഭാഗത്തേക്ക് പോയി. ബ്രഹ്മ രുദ്ര പ്രമുഖന്മാരായിട്ടുള്ള ദേവന്മാര് ഭാരതത്തിലേക്കും വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 19ാമത്തെ ഈ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. ശംഖചൂഡൻ പൂർവജന്മ വൃത്താന്തമാണ് ശംഖചൂഡന്റെ പറഞ്ഞത്. ബ്രഹ്മാവ് തുളസിക്ക് കൊടുത്ത വരവും അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശംഖചൂഡൻ തിരിച്ചു വരേണ്ടതായിട്ടുള്ള രാധികയിലൂടെ ശാപഗ്രസ്തനായ ശംഖചൂഡൻ തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കണു. അത് എപ്രകാരമാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉപാധികളെല്ലാം പറഞ്ഞു. തൻ്റെ ശക്തിയായ ത്രിശൂലത്തെ ശിവന് കൊടുത്തു. പറഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഒരു മാലയുണ്ട്. അത് ആ കവചം എത്രത്തോളം ഏതു കാലം വരെ അവൻ്റെ കഴുത്തിലുണ്ടോ അവനെ ആർക്കും തോൽപ്പിക്കാനോ കൊല്ലാനോ കഴിയില്ല. ഞാൻ തന്നെ ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന ആ കവചത്തിനെ ദാനമായിട്ട് എടുത്തുകൊള്ളാം. പിന്നെ ബ്രഹ്മാവ് കൊടുത്ത വരം, അതായത് എത്ര കാലം ആ തുളസി, ഇപ്പോൾ അവൻ്റെ പത്നിയായിരിക്കുന്ന തുളസി പതിവ്രതയായിട്ടിരിക്കുന്നുണ്ടോ അത്രയും കാലം അവന് മൃത്യു സംഭവിക്കില്ല എന്നാണല്ലോ പറയുന്നത്. ആ പാതിവൃത്യവും ഞാൻ വേഷം മാറിച്ചെന്നില്ലാതാക്കാം. അതോടുകൂടി അവൻ്റെ പതനത്തിന് ഉള്ള സമയമാവും എന്നെല്ലാം അത് അവിടെ പറയുകയാണ്. അങ്ങനെ ആ അധ്യായം അവിടെ പരിസമാപിക്കുന്നു. ഹരയേ നമഃ. ദേവീ ശരണമമ്മേ.